ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ലെവൽസ് അടക്കം ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 23,719 ക്ലോസ് ചെയ്തു. 64 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 54,055 ക്ലോസ് ചെയ്തപ്പോൾ 615 പോയിൻറ്റ്സ് ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 88 പോയിൻറ്റ്സ് ഉയർന്ന് 61,389 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 26 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 17,956 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 17.91 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 231 പോയിൻറ്റ്സ് ഉയർന്ന് 75,415 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ബൈങ് ആണ് നടന്നത്. 6,003 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. FII എന്നാൽ നല്ലൊരു സെല്ലിംഗ് നടത്തി. 4,440 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീൻ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 30 പോയിൻറ്റ്സ് ഉയർന്ന് 26,017 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 40 പോയിൻറ്റ്സ് കുറവുണ്ടായി. 40,237 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 294 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 25,531 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 13 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 50,249 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 242 പോയിൻറ്റ്സ് കുറഞ്ഞ് 15,671 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9359 ക്ലോസ് ചെയ്തപ്പോൾ 21 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 108 പോയിൻറ്റ്സ് കുറഞ്ഞ് 28,912 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 20 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1,374 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 58 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 13,271 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,372 ക്ലോസ് ചെയ്തപ്പോൾ 5 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 316 പോയിൻറ്റ്സ് കുറഞ്ഞ് 24,573 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 8,006 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 0.70% പോയിൻ്റ് കുറവുണ്ടായി. 774 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,675 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,618 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,659 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,654 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 23,719 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റി 75 പോയിൻ്റ് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെ 0.32% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,719 ക്ലോസ് ചെയ്തപ്പോൾ 9.22% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,719 നിൽക്കുമ്പോൾ 4.17% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,539 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,407 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസസ് ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് 3.02% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 2.87% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 2.56%, ICICI ബാങ്ക് 1.73%, വിപ്രോ 1.69%, ഏഷ്യൻ പെയിൻറ്റ്സ് 1.58%, ഏഷ്യ മോട്ടോഴ്സ് 1.30%, നെസ്ലെ ഇന്ത്യ 1.18%, HUL 1.13% ആൻഡ് ജിയോ ഫിനാൻസ് 1.02% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാക്സ് ഹെൽത്ത് കെയർ 6.22% വലിയൊരു ഫോൾ കണ്ടു. സൺ ഫാർമ 2.47% ഫോൾ നടത്തി. ITC 2.06%, ONGC 1.98%, പവർ ഗ്രിഡ് 1.75%, ബജാജ് ഓട്ടോ
1.10%, Bharat Electric 0.92%, Dr. Reddy 0.86%, Coal India 0.79%, and Bharti Airtel 0.74% fall ആണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷനിലെ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ ആഴ്ചത്തെ സമ്മറിയിലേക്ക് കിടക്കാം. ഈ ആഴ്ച സമ്മറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയുള്ള എൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നീ സെക്ടേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി ബാങ്ക് ആകെ 345 പോയിൻറ്റ്സ് ഉയർന്ന് 0.64% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 822 പോയിൻറ്റ്സ് ഉയർന്ന് 1.36% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 73 പോയിൻറ്റ്സ് ഉയർന്ന് 0.41% റാലി നടത്തി. ആൻഡ് സെൻസെക്സ് 177 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്, 0.24% റാലി നടത്തി. വീക്ക്ലി സമ്മറി സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടേഴ്സും സ്ക്രീനിൽ കാണിക്കുന്ന റെഡിൽ ക്ലോസ് ചെയ്തു. അതിൽ ഈ ആഴ്ച നിഫ്റ്റി IT നല്ലൊരു റാലി നടത്തി, 4.31% റാലിയാണ് കാണാൻ സാധിച്ചത്. അതുപോലെ ഫോള് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മീഡിയയാണ് 4.29% നല്ലൊരു ഫോള് ഈ ഓവറോൾ ഈ ആഴ്ച സമ്മറിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 53 പോയിൻറ്റ്സിൻ്റെ കുറവ് ഈ ആഴ്ച കാണിച്ചു, 0.21% ഫോള് നടത്തി. നിഫ്റ്റി എനർജി 420 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 1.06% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 187 പോയിൻറ്റ്സ് ഉയർച്ചയുണ്ടായി, 0.74% റാലി നടത്തി. നിഫ്റ്റി FMCG 801 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.5% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 80 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി, 0.51% ഫോള് കണ്ടു. നിഫ്റ്റി ഇൻഫ്ര 31 പോയിൻറ്റ്സ് ഉയർന്ന് 0.34% റാലി നടത്തി. നിഫ്റ്റി IT 1195 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഈ ആഴ്ച ഉണ്ടായി, 4.31% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 61 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 4.29% ഫോള് നടത്തി. നിഫ്റ്റി മെറ്റൽ 29 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.22% ഫോള് നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 121 പോയിൻറ്റ്സ് ഉയർന്ന് 1.08% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 60 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.25% ഫോള് കണ്ടു. നിഫ്റ്റി PSU ബാങ്ക് 21 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.26% ഫോള് നടത്തി. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 18 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 2.39% റാലിയാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. ഇത് വീക്ക്ലി സമ്മറി ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആഴ്ച DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്തു നിന്ന് എല്ലാ ദിവസവും നെറ്റ് ബൈയിങ് ആയിരുന്നു നടന്നത്. ആകെ 16,948 കോടി നെറ്റ് ബൈയിങ് DIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്നാൽ FIയുടെ ഭാഗത്തു നിന്ന് മൺഡേ മാത്രമേ നെറ്റ് ബയേഴ്സ് ആയിരുന്നുള്ളവർ, ബാക്കി എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ആകെ FIയുടെ ഭാഗത്തു നിന്ന് 7,572 കോടി നെറ്റ് സെല്ലിംഗ് ആണ് ഈ ആഴ്ച നടന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.